ജർമ്മനിയിൽ ടോമോഹോക്ക് മിസൈലുകൾ വിന്യസിക്കാനുള്ള പദ്ധതിയിൽ നിന്നും റഷ്യയെ ഭയന്ന് പിന്മാറാനൊരുങ്ങുകയാണ് പെന്റഗൺ. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഈ തീരുമാനം ജർമ്മനിക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മിസൈൽ വിന്യാസത്തെ മോസ്കോ ഒരു പ്രകോപനമായി കാണുകയും പ്രതികാരം ചെയ്യുമെന്നുമുള്ള കാര്യത്തിൽ വാഷിംഗ്ടൺ ആശങ്കാകുലരാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഈ മിസൈൽ പദ്ധതി റഷ്യ തങ്ങൾക്കുള്ള നേരിട്ടുള്ള പ്രകോപനമായി കണക്കാക്കുമെന്നും അത് യൂറോപ്പിൽ നിയന്ത്രണാതീതമായ വലിയ സൈനിക സംഘർഷത്തിന് കാരണമാകുമെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരും പ്രധാനപ്പെട്ടവരുമായ നാറ്റോ സഖ്യകക്ഷികളിലൊന്നായ ജർമ്മനിയെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ തങ്ങളുടെ ദീർഘകാല സഖ്യകക്ഷികളിൽ നിന്നുള്ള അമേരിക്കയുടെ പിൻവാങ്ങലിന്റെ പ്രധാന സൂചനയായും ഇത് വിലയിരുത്തപ്പെടുന്നു. ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ദീർഘവും ശ്രദ്ധാപൂർവമായ ചർച്ചകൾക്കൊടുവിൽ രൂപം നൽകിയ കരാറാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും റദ്ദാക്കാൻ ഒരുങ്ങുന്നത്. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ തങ്ങൾക്ക് ഇത്തരം ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ആവശ്യമാണെന്ന് ജർമ്മനി നിരന്തരം വാദിച്ചിരുന്നതിനാൽ ജർമ്മനിയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് ഈ നീക്കം കനത്ത പ്രഹരമാണ്. വാഷിംഗ്ടണിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് തീവ്രമായ ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് രണ്ട് മുതിർന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥരും ഒരു US സൈനിക ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു. ജർമ്മനിയിൽ ഇത്രയും മാരകവും കൃത്യതയുമുള്ള അമേരിക്കൻ മിസൈലുകൾ വിന്യസിക്കുന്നത് റഷ്യയെ പ്രകോപിപ്പിച്ചേക്കാമെന്നും അത് ഏതെങ്കിലും തരത്തിൽ ശക്തമായ സൈനിക തിരിച്ചടിക്ക് കാരണമായേക്കാമെന്നും US ഇന്റലിജൻസ് ഏജൻസികളും പെന്റഗൺ തന്ത്രജ്ഞരും കരുതുന്നുണ്ട്. വർഷങ്ങളായുള്ള തങ്ങളുടെ നാറ്റോ സഖ്യകക്ഷികളുടെ സുരക്ഷാ മുൻഗണനകളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ പോലും റഷ്യയുമായി നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാനാണ് നിലവിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതേസമയം ഈ സാധ്യതാ തീരുമാനം ജർമ്മനിയിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം തങ്ങളുടെ ഭാവി പ്രതിരോധ തന്ത്രത്തിന്റെ വലിയൊരു ഭാഗം ജർമ്മനി ഈ അമേരിക്കൻ മിസൈൽ കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ജർമ്മനിയുമായുള്ള ടൊമോഹോക്ക് മിസൈൽ കരാർ റദ്ദാക്കാനുള്ള ഈ സാധ്യതയുള്ള നീക്കം ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് യൂറോപ്പിനോടും നാറ്റോ സഖ്യത്തോടുമുള്ള US നയത്തിലെ വിശാലവും ആഴമേറിയതുമായ മാറ്റത്തിന്റെ ഭാഗമാണ്. കുറച്ചുകാലമായി യൂറോപ്യൻ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള തങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ അമേരിക്ക ഘട്ടം ഘട്ടമായി കുറച്ചു വരികയാണ്. മാത്രമല്ല, ആയിരക്കണക്കിന് US സൈനികരെ ജർമ്മനിയിലേക്ക് അയക്കാനുള്ള പദ്ധതികൾ ട്രംപ് ഭരണകൂടം ഇതിനകം റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ ചില സൈനികാസ്തികൾ ജർമ്മനിയിൽ നിന്നും പിൻവലിക്കാൻ നീങ്ങുകയാണ്. നാറ്റോയുടെ ദ്രുത പ്രതികരണം യൂറോപ്പ് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ടെന്നും അമേരിക്ക തങ്ങളുടെ സൈന്യത്തെയും ഉപകരണങ്ങളെയും മറ്റെവിടെയെങ്കിലും കേന്ദ്രീകരിക്കുമെന്നും നാറ്റോയുടെ ഉന്നത US കമാൻഡറായ ജനറൽ അലക്സ് ഗ്രിൻകെവിച്ച് ഈ ആഴ്ച സൈനിക നേതാക്കളോട് വ്യക്തമാക്കി. യൂറോപ്യൻ സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഓരോ പുതിയ പ്രഖ്യാപനവും ശീതയുദ്ധകാലം മുതൽ അവർ ആശ്രയിച്ചിരുന്ന സുരക്ഷാ ഘടന അവരുടെ കാൽക്കീഴിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.